ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു വാക്ക്, അതൊരു വാക്കാണ്, ഒരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പലതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ വാക്കിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പേര് വന്നത്. പലതും മിസ് ചെയ്യുന്നുണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫസേഴ്സ് കുറേ ക്ലാസ്സിൽ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്നത്തെ കാലത്ത് ആ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് കൂടി ഇല്ല. ഒരു ബേസിക് ഇൻഫർമേഷനും ഇല്ലാണ്ട് നമ്മളെല്ലാവരെ പറ്റിയും ഒരു മുൻധാരണ നമുക്ക് പലർക്കും ഉണ്ട്. ഏതെങ്കിലും ഒരു പക്ഷം എടുക്കും, അല്ലെങ്കിൽ ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, ഇയാൾ തെറ്റാണ് ഇയാൾ ശരിയാണ് എന്ന് നേരിട്ട് പോലും കാണാണ്ട്, അല്ലെങ്കിൽ ഒരു അറിവും ഇല്ലാണ്ട് നമ്മളങ്ങനെ പറയും. ചില നടന്മാരെ കാണുമ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമല്ല, അവർക്കൊരു സംബന്ധമില്ല, ഇഷ്ടമല്ല. ദൈവം സൃഷ്ടിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഇനിയൊരു മനുഷ്യൻ അങ്ങനെ വെറുക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ അധികാരമുണ്ടോ എന്ന് കുറച്ചുകൂടി ആത്മീയ തലങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അത്രയൊക്കെ വെറുക്കാൻ പറ്റുമോ? എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അങ്ങനെ എല്ലാവരും വെറുക്കാൻ തുടങ്ങിയ സ്വന്തം ജീവിതത്തിൽ ചിലപ്പോൾ വെറുക്കേണ്ടി വരും. ഒരു സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ ക്ഷമയെ പറ്റിയൊക്കെ ഇത്രത്തോളം എല്ലാ മതങ്ങളും പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് 2 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഒരു ദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു രാത്രിയാണ്, അത്ര തണുപ്പില്ല എങ്കിലും തണുപ്പ് കാലമാണ്. അപ്പോൾ ഒരു നല്ലൊരു ടെൻ്റ് ഇട്ടിട്ട് ഒരു ക്ഷീണിതരായി അവർ ഉറങ്ങും, സുഖമായി ഉറങ്ങും. അപ്പോൾ 2 പേരുണ്ട്. അതിൽ ഒരാൾ ഈ പ്രകൃതിയൊക്കെ നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരുറക്കം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആകാശത്തേക്ക് നോക്കി ചന്ദ്രനും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയൊക്കെ എങ്ങനെ ആസ്വദിക്കുകയാണ്. കുറേ നേരം ആസ്വദിച്ചപ്പോൾ തൻ്റെ ആസ്വാദനത്തിനെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് അത് ആസ്വദിക്കാം കാര്യം എന്ന് ഓർക്കുമ്പോൾ അടുത്ത ആരുമില്ല. തൻ്റെ കൂടെയുള്ള സുഹൃത്തും തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളും അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നീ എന്താണ് ഇങ്ങനെ ഉറങ്ങുന്നത്? നോക്ക്, ആകാശം എത്ര ഭംഗിയാണ്, എത്ര നക്ഷത്രങ്ങളാണ്, എന്ത് ഭംഗിയാണ് ചന്ദ്രന്, ഒന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ ഇയാൾ നോക്കിയിട്ട് പറഞ്ഞു, നക്ഷത്രത്തെയും ആകാശത്തൊക്കെ കണ്ട് ആസ്വദിച്ചതൊക്കെ നന്നായിട്ടുണ്ട്. എടാ മണ്ട, നീ ഒരു കാര്യം മറന്നുപോയി. എങ്ങനെയാണ് നമ്മൾ അടച്ചിട്ട ഒരു ടെൻറ്റിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്ന നമുക്ക് എങ്ങനെയാണ് ഈ ആകാശമൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഈ ചന്ദ്രനെയും നക്ഷത്രത്തെ കാണാൻ പറ്റുന്നത്? എടാ മണ്ട, നമ്മൾ ഉറങ്ങിക്കിടുന്ന നമ്മൾ ഈ ടെൻറ്റ് അവിടെയൊക്കെ ടെൻറ്റ് വളരെ വില കൂടിയ സാധനമാണ്. ടെൻറ്റ് ഓൾമോസ്റ്റ് ഒരു ടെമ്പററി ഹൗസ് പോലെയൊക്കെയാണ്. ഈ ടെൻറ്റ് ആരോ അടിച്ചു മാറ്റി, ആരോ ഒരാൾ കട്ടു, ഒരു ഗ്രൂപ്പ് വന്നിട്ട് അത് കട്ടു. ഇവർക്ക് ഉറക്കത്തിൽ അറിഞ്ഞില്ല, അത്ര ക്ഷീണിതരായിരുന്നവർ. ഈ ടെൻറ്റിൻ്റെ കഥ പോലെയൊക്കെയല്ല പലപ്പോഴും നമുക്ക് ഒന്നും നമുക്കറിയാതെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു ഈ പാർട്ടിയെ, രാഷ്ട്രീയക്കാരിലേക്ക്. നമ്മളൊന്ന് ചില രാഷ്ട്രീയക്കാർക്ക് നല്ല മനുഷ്യരായിരിക്കാം, പക്ഷെ നമ്മളങ്ങോട്ട് മുൻവിധിക്കപ്പെടുന്നു. അവരെനിക്ക് ഇഷ്ടമല്ല, ഈ പാർട്ടി ഓക്കെ, അല്ലെങ്കിൽ ഇയാൾ എന്തോ അക്ഷരത്തെറ്റുണ്ട്. പക്ഷേ ഇതൊക്കെ സാധാരണയാണ്. പക്ഷേ നല്ലൊരു മനസ്സ് ഒരു മനുഷ്യൻ ഇപ്പോഴും ഒരേപോലെ അല്ലല്ലോ. മാറ്റങ്ങൾ എല്ലാ മനുഷ്യനിലും വരും. അപ്പം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തി വേദനിപ്പിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ആത്മജ്ഞാനം വന്ന് ഒന്ന് തന്നെ പറ്റി ആത്മവിശകലനം ചെയ്ത് ജീവിതത്തെയും തന്നെയൊക്കെ കാണുന്ന സമയത്ത് ഈ കുറ്റപ്പെടുത്തലൊക്കെ ആ മനുഷ്യരുടെ മനസ്സിൽ വളരെ ദുഃഖങ്ങൾ കൊണ്ടുവരും, കുറ്റബോധം കൊണ്ടുവരും. അതുകൊണ്ട് ഡോണ്ട് ജഡ്ജ് അതേഴ്സ് എന്നൊക്കെ ബൈബിളിൽ പറയുന്നിട്ടുണ്ട്. ആരെയും ഒരു മുൻവിധിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മീയതയിലും പറയുന്ന ആരെ പറ്റിയും നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പാടില്ല. ശരിയോ തെറ്റോ അവർ ആ ജീവിതം കൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് ആത്മീയ തലങ്ങളിൽ നമുക്ക് ഉപദേശങ്ങളുണ്ട്. പെട്ടെന്ന് ടെൻറ്റില്ല, ആ ടെൻറ്റ് പോയതവൻ അറിയുന്നില്ല. അതിലെ അണ്ടർസ്റ്റാൻഡിങ്, ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പലതും മിസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ലെറ്റ്സ് നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്.
ഇന്ത്യക്ക് പുറമേ ഉള്ള ഒരു രാജ്യത്തിലെ കഥയാണത്. ആ രാജ്യത്തിലും ചെറുപ്പക്കാരിലെ ചിലർ മാതാപിതാക്കളോടൊന്നും പറയാണ്ട് അവർ പെട്ടെന്ന് വീട് വിട്ട് പോകും. അങ്ങനെ വീട് വിട്ട് പോയിട്ട് ഒരാൾ വിവാഹം കഴിച്ച് കുറേ കൊല്ലങ്ങൾ നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് കുറ്റബോധത്തിനൊരു മരുന്നിടാനായിട്ട് വീണ്ടും ആ വീട്ടിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, വളർന്ന മക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇപ്പം എന്തിനാണ് പോകുന്നത്, പോകണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കടമകളെല്ലാം ചെയ്തു, നിങ്ങൾക്ക് വീട് വെച്ച് തന്നു, കുറേ പണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മക്കളെയെല്ലാം പഠിപ്പിച്ചു, മക്കളെല്ലാം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ. ഞാൻ അന്ന് ഒന്നും പറയാതെ വന്ന് നിങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ച് ഇത്രയൊക്കെ ആയി. അതിൻ്റെ കുറ്റബോധം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചും പോകണം. എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ സഹോദരിയൊക്കെ ഒന്ന് കാണണം. അവരെ ഏതൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉണ്ടാകുക. ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണത്. കത്തെഴുതി എത്രയോ പ്രാവശ്യമൊക്കെ ഞാൻ കത്തുകളൊക്കെ എഴുതിയിരുന്നു. കത്തുകളൊന്നും അവിടെ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർ വീട് മാറിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കുടുംബക്കാരെ ഇയാൾക്ക് കൺവിൻസ് ചെയ്തു. എന്നിട്ട് ഇയാൾ അവിടേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു ചോദ്യം ഉണ്ടാവും. എന്തായിരിക്കും ആ ചോദ്യം? നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അവരെ കാണാനുള്ള ഭാഗ്യം കിട്ടുമോ? അവർ നമ്മളെ സ്വീകരിക്കുമോ? നമ്മളെ കണ്ടാൽ അവർക്ക് അറിയുമോ? അങ്ങനെ 1,00,000 ചോദ്യങ്ങൾ വാസ്തവത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. അത് വീട് വിട്ട് പോയിട്ട് തിരിച്ച് ആ വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ തല്ലാൻ വരുമായിരിക്കും, അല്ലേ? അവിടെ എന്തൊക്കെയോ ആപത്ത് നടന്നു കാണും. അപ്പോഴൊന്നും നമ്മളവിടെ പോയിട്ട് നമ്മുടെ കടമകൾ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഏതായാലും അദ്ദേഹം അവിടെ പോകുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു കാര്യസ്ഥനുണ്ട്, ഇയാളുടെ അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. അപ്പോൾ അവരച്ഛൻ മരിച്ചു പോയി. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അവിടെ നടക്കുന്നതെല്ലാം വളരെ ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കി. ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് നോക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മകനാണ്, ഇവിടുന്ന് പോയ മകനാണ്. അവരതൊന്നും കേൾക്കുന്നില്ല. അവർക്കതൊന്നും ഓർമ്മയില്ലാതെയാണോ അല്ല, അവർക്കൊന്നും അങ്ങനത്തെ ഈ മകൻ ഓടിപ്പോയതോ ഇല്ല തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവനെ കണ്ടിട്ട് ഇവന് കുറേ കാലങ്ങളായല്ലോ, അവൻ്റെ രൂപത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അമ്മ നല്ല ആരോഗ്യമൊക്കെ ഉള്ളൊരു അമ്മയാണ്, സഹോദരിയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ ആ കരുണയെന്നുള്ള ഒരു അമ്മയല്ല, വളരെ റഫായിട്ടുള്ളൊരു അമ്മയാണ്. സഹോദരിയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. ഒരു കാര്യസ്ഥനുണ്ട്, ഒരു മാനേജർ പോലെ. അപ്പോൾ എന്താണ് ഒരു ബിസിനസ് നോക്കുമ്പോൾ അവിടെ ഈ യാത്രക്കാരിൽ വഴിതെറ്റിപ്പോയ ആൾക്കാർ, അല്ലെങ്കിൽ പണമുള്ള നല്ല സൗകര്യമുള്ള ആൾക്കാർ, താമസത്തിന് വഴിതെറ്റിയ ആൾക്കാർക്ക് ഒരു താമസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതിലിവർ ചെയ്യുന്നത് ക്രൂരത എന്താണെന്ന് വെച്ചാൽ, നല്ല പണമുള്ള ആൾക്കാരെ പേടിപ്പിച്ചിട്ടും വിരട്ടിയിട്ടും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നൊക്കെ പേടിപ്പിച്ചിട്ട് അവരുടെ അടുത്തുള്ള പണമൊക്കെ വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം അതിന് ഒരു തടിയനായ ഒരു കാര്യസ്ഥനും അവിടെ ഉണ്ട്. അവസാനം ഇവന് വേറെ വഴിയില്ലാതെ തൻ്റെ ഈ കാര്യസ്ഥനോട് എല്ലാ റെക്കോർഡും കാണിച്ചു, ഞാൻ ഈ കുടുംബത്തെ ആളാണ്. അത് അവസാനം ഇയാൾക്കത് മനസ്സിലായി, ഇവിടുത്തെ കുട്ടിയാണല്ലോ ഇത്. അപ്പോഴേക്കും ഇവൻ്റെ ആ ഒരു പ്രോസസ്സിൽ ഇവൻ്റെ പണവും സ്വർണങ്ങളും എല്ലാം ഇവർക്ക് കൊണ്ടുവന്നതാണ് വാസ്തവത്തിൽ. അതൊക്കെ പിടിച്ചെടുത്തവർ. പക്ഷേ അമ്മയ്ക്ക് കാര്യം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ അവർ ആത്മഹത്യ ചെയ്തു. ഈ സഹോദരി തനിച്ചാക്കപ്പെട്ടു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഭാര്യ എങ്ങനെയോ ഒരു സുഹൃത്ത് മൂലം കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഭാര്യ അവിടെ നിന്ന് ഓടി വരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടേക്കൊന്നും പോകണ്ട, ഇവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണെന്നല്ലേ എന്നൊക്കെ പറഞ്ഞു തൻ്റെ ഭർത്താവിനെ അവൾ കൊണ്ടുപോകുന്നു. നോക്കൂ, വലുതും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എത്ര ക്രൂരമാണ് അവർക്ക് നടന്നതല്ല. ലെറ്റ്സ് നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ്.